ചിത്തിരയുടെ രണ്ടാം പകുതി ചോതി നക്ഷത്രം, വിശാഖത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ ഇവ ചേർന്നതാണ് തുലാം രാശി. ഈ രാശിയിൽ ജനിച്ചവർക്ക് ശനിയും വ്യാഴവും ഇപ്പോൾ അനുകൂല സ്ഥിതിയിലാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തോടുകൂടി ശനി അവരുടെ 6ാമത്തെ രാശിയിലേക്ക് വന്നു. മെയ് മാസം പകുതിയോടുകൂടി വ്യാഴം 9ാമത്തെ രാശിയിലേക്കും പ്രവേശിച്ചു. ഇത് രണ്ടും നല്ല ഗ്രഹസ്ഥിതികൾ തന്നെയാണ്. ഒരു വീടുണ്ടാക്കുവാൻ ആഗ്രഹിച്ചിരുന്നിട്ടും ഇതുവരെ നടക്കാതിരുന്നവർക്ക് സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്യും. അതേപോലെ വീട് പണി പൂർത്തിയാകാതെ തടസ്സപ്പെട്ട് കിടന്നവർക്ക് ആ വീട് പണി പൂർത്തിയാക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വളരെ അനുകൂലതയുള്ള സമയമാണ്. അവർക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ തന്നെ ശോഭിക്കാൻ കഴിയുന്ന സമയവുമാണ്. വിവാഹത്തിനും അനുകൂലതയുള്ള സമയമാണ്. മുടങ്ങിക്കിടന്ന വിവാഹങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ കാലയളവിൽ അതിന് ഊർജിതമായിട്ട് അതിനെക്കുറിച്ച് ശ്രമിക്കാവുന്നതും അത് നടന്നു കിട്ടുന്നതുമാണ്. വിദേശ യാത്രകൾക്കും അനുകൂലതയുള്ള സമയം തന്നെയാണ്. എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത മെയ് മാസത്തിനുള്ളിൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് നടപ്പിൽ വരുത്താൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് മാത്രം. സന്താനങ്ങളില്ലാതിരുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് സന്താനങ്ങൾ മൂലം ജീവിതത്തിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പം മൊത്തത്തിൽ ഏതാണ്ട് ഇടവൻ രാശി വിട്ടുകഴിഞ്ഞാൽ പിന്നെ അനുകൂല സ്ഥിതി എന്ന് പൂർണ്ണമായിട്ടും പറയാവുന്നത് തുലാം രാശിയിൽ ജനിച്ച വ്യക്തികൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ വരുന്ന 1 വർഷത്തിനുള്ളിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക.